രാവിലെ തന്നെ നേരം ലൈറ്റൊക്കെ ആക്കിയിട്ട് ബാക്കിയുള്ളവനെങ്കിലും ഉറങ്ങട്ടെ. വേണ്ട, മാമി ഇങ്ങോട്ട് ജോലിയൊക്കെ. ഓ, ഇന്ന് ഈ പത്രത്തിൽ ഒരേ വാർത്തയാണ്. വെട്ട് കുത്ത് എന്തുണ്ട് പപ്പ ഇന്ന് വിശേഷം പത്രത്തിൽ? എന്ത് മോളെ, എന്നും ഒരേ വാർത്ത തന്നെ. എന്നാ പിന്നെ പപ്പയ്ക്ക് ഇന്നലത്തെ പത്രം വായിച്ചാൽ പോരുന്നു. ഡെയിലി പത്രത്തിന്റെ പൈസ കൊടുക്കണ്ടല്ലോ. എങ്കിൽ മോളെ, നമുക്ക് ഉടനെ തന്നെ ഒരു സ്ഥലം തപ്പി കണ്ടുപിടിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇത് വളരാൻ അനുവദിച്ചൂടാ. ശരിയാ പപ്പ, ഡെയിലി കൂടി വരും. അപ്പം ഉടനെ കൊണ്ടുപോയി കുറച്ച് ഷോക്ക് അടിപ്പിച്ചാൽ ശരിയാവും. ചായ. ഓ, തമ്പുരാട്ടി എണ്ണീച്ചോ? എണ്ണിക്കാതെ തന്നെ രാവിലെ തന്നെ ഞാനിവിടെ വന്നിങ്ങനെ നിൽക്കൂലല്ലോ. ഇതുപോലത്തെ കളി നിന്റെ ഏട്ടനും രാവിലെ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള മറുപടി അവൻ്റെ കൈ കൊടുത്തിട്ടുണ്ട്. ആ സമയം കിട്ടുമ്പോൾ ചോദിച്ചാൽ ആയിക്കോട്ടെ. എല്ലാവരും വേഗം ചായ ആയിട്ടുണ്ട്, കുടിക്കാം. ഓ, വെറുതെ ഇരുന്നിരുന്ന് ബോറടിക്കുന്നു. അമ്മ എൻ്റെ ബിസ്ക്കറ്റ് അവിടെ അത് ഇന്നലെ ചായക്ക് കടയിൽ ആ റേബൻ പോയി തന്നു. എന്നോട് ചോദിക്കട്ടെ, എൻ്റെ ബിസ്ക്കറ്റ് പുറത്തെടുത്തോ? ആരോ ചോദിച്ചിട്ട് എൻ്റെ ബിസ്ക്കറ്റ് അവന് കൊടുത്തേ. ഓ, സ്വർണ്ണ ബിസ്ക്കറ്റ് ഒന്നുമല്ലല്ലോ, പാർലേജിന്റെ ചെറിയൊരു കൂട് ബിസ്ക്കറ്റ് അല്ലേ. അത് പോട്ടെ. ബിസ്ക്കറ്റ് തൊട്ടവന്റെ കൈയല്ല വെട്ടേണ്ടത്, തല. എന്റെ ബിസ്ക്കറ്റ് ഇക്കണക്കനാടാവും നിന്റെ മേത്ത് കിടന്ന് ചതഞ്ഞ് നീ ചത്തുവും പെണ്ണേ. എനിക്ക് മാറി നിൽക്കിങ്ങോട്ട്. ഒന്ന് നിർത്തട. രണ്ടിന് ഞാൻ എത്ര എണ്ണ വെച്ചാ മേടിച്ചു വന്നിട്ടില്ല. ഈ അടി ഒന്നും ഉണ്ടാക്കുന്ന നിർത്തി രണ്ട് പാത്തൊന്ന് മാറിയിരിക്കേ. അവൻ എന്റെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചോണ്ടല്ലേ ഞാൻ അടിച്ചത്. നാളെ നീ ചോദിക്കുന്ന അത്ര ബിസ്ക്കറ്റ് പപ്പ മേടിച്ചിട്ട് നീ അടി ഉണ്ടാക്കുന്ന നിർത്തി അവിടെ മാറിയിരിക്കും. എന്റെ പാപ്പ പറഞ്ഞോണ്ട് മാത്രം ഞാനിപ്പോ പോവാ. ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്ത് ചെയ്തേനെ? രണ്ടാൾക്ക് ഒരു നാണോ ഇല്ലേ? 24 മണിക്കൂർ പല്ല് കൂടി നടന്നു. ഒന്നിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? അപ്പൊ നിനക്ക് ഇച്ചിരി മെച്ചോർഡായിട്ട് പെരുമാറിക്കൂടെ? എല്ലാരും കൂടി എന്റെ കളിക്കാം. ഇല്ലേ, വിളിച്ചിട്ട് കൂടുതലാ. നീ പോയിട്ട് വൈകുന്നേരം ചായയുള്ള പാല് മേടിച്ചിട്ട് വന്നേ. കാണാനും തോന്നല്ലോ. ഹലോ, പറടാ. നിനക്ക് സുഖാണോ? അല്ലെങ്കിൽ അയ്യോ, എന്തു പറ്റി നിനക്ക്? സുഖിപ്പിക്കാണ്ട് കാര്യം എന്താ പറയാ? എടാ, എനിക്ക് മിസ് ചെയ്യും. ഓ, അതാണോ കാര്യം? ആഴ്ചയിൽ 5 ദിവസം ഞാൻ നിന്റെ കൂടെ, ആകെ ഒരു 2 ദിവസം ഞാൻ വീട്ടിലൊന്നുള്ളൂ. അപ്പത്തേക്ക് നിനക്ക് എന്നെ മിസ് ചെയ്യാൻ തുടങ്ങി. വെച്ചിക്കാണ്ട് അയ്യേ, നിന്നല്ല പിന്നെ അവളെ. അവളെ മിസ് ചെയ്യുന്നുണ്ട്. നീ എന്തിനാ എന്നെ വിളിച്ച? അവൻ നമ്പർ തപ്പി കണ്ടുപിടിച്ച് അവളെ വിളിച്ചോ പോരോ. എനിക്ക് അവളെ കാണാം. ചെറിയ കുഴപ്പമൊന്നും അല്ല അല്ലേ? എടാ, എനിക്ക് അവളെ കാണാൻ തന്നെ തോന്നുന്നത്. എന്തെങ്കിലും ഐഡിയ പറഞ്ഞാ. എന്നാ നീ ഒരു കാര്യം, അവൾ അഡ്രസ് തപ്പി കണ്ടിട്ട് അവളെ വീട്ടിൽ പോയി കണ്ടിട്ട് വേണം. അത് നല്ലൊരു ഐഡിയ. താങ്ക് യു മച്ചാ. ബൈ. പ്രേമത്തിലായ കണ്ണും മൂക്കൊക്കെ ഒന്ന് വെറുതെ ഇരുന്നിരുന്ന് ബോറടിക്കുന്നു. നമ്മള് ലൈബ്രറി പോയിട്ട് എന്താ തിരിച്ചറിയാത്ത ബുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോയതാണ്. എന്ത് പറ്റി മാഡം? മുഖം ഒരു കുടം പോലെ ഉണ്ടല്ലോ. ബോറടിച്ചിട്ട് വയ്യാമോ? അതാണോ? നമുക്കൊരു പരിപാടി എടുക്കാം. അപ്പം നിന്റെ ബോറടി മാറി ഫോൺ എൻഗേജ്ഡ് ആവും. എന്ത് പരിപാടിയാ? അതൊക്കെ ഉണ്ട്. നിനക്ക് ബോറടി മാറിയാൽ പോരെ? അതിനെപ്പം ശരിയാക്കില്ല. ഗെയിം എന്തെയാണ്? നീ ഇതൊരു ഗെയിം പോലെ കണ്ടിട്ട് ചെയ്താൽ മതി. നല്ല ഫണ്ണായിരിക്കും. എന്നാ വാ ചെയ്യാം. ദിസ് ഈസ് നോട്ട് എന്റർടൈൻമെന്റ്, ദിസ് ഈസ് പട്ടിപ്പണി. കഴിയുമ്പോ പറഞ്ഞാൽ മതി, അടുത്ത എന്റർടൈൻമെന്റ് തരാം. അയ്യോ വേണ്ട, ഇതന്നെ ഇപ്പൊ ഒരു കൊല്ലത്തേക്കുള്ള എന്റർടൈൻമെന്റ് തോന്നി. ദിസ് ഈസ് റോങ് മമ്മി, റോങ്. ഇപ്പൊ നിന്റെ ബോറടിയൊക്കെ നല്ല രീതിക്ക് മാറി കിട്ടിയില്ലേ? അതുപോലെ എന്നെ നല്ല രീതിക്ക് മാറി കിട്ടി. എന്താണ് മോനെ നിനക്ക് വേണ്ടത്? ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ സംഭവം. നീ എന്താ ഇവിടെ? എന്താ നിനക്ക് ഇവിടെ കാര്യം? ഒക്കെ ഉണ്ട്. നീ വേഗം പോയി ഡ്രസ് മാറ്റി ഇടാവുന്നൊരു സ്ഥലത്തുണ്ട്. കറങ്ങാൻ പോകാനാണ് പറയണ്ടേ? അല്ല, നമ്മളെങ്ങോട്ടേ പോകുന്നത്? അല്ലേ കാണാനാണ് എൻ്റെ വീട്ടില്. പട്ടി, കറങ്ങാനും കറക്കാൻ പോവാണല്ലേ? നീ അല്ലാതെ പിന്നെ ആര് വരാൻ എൻ്റെ കൂടെ? അതൊക്കെ ഇരിക്കട്ടെ. നീ അഡ്രസ്സ് എവിടെ നോക്കിച്ച?
അതൊക്കെ ഒപ്പിച്ചു. എന്റെ അടുത്താ കളി. സ്ഥലത്ത് ഇറങ്ങിറങ്ങുമ്പോ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നതല്ല, നേരിട്ട് ഇന്ന് കയറി കൊടുക്കാൻ. ഇവിടെ അവളെ തന്നി ഏട്ടനൊക്കെ ഉണ്ടാവും. അവരൊക്കെ കണ്ടെങ്കിൽ ഇതിനെ പഞ്ഞി കിട്ടി കൊല്ലും. മോനെ വെറുതെ എന്ന് കയറാൻ നിക്കണ്ട. അപ്പൊ എന്താ കാട്ടുക? നമുക്ക് സൂക്ഷിച്ച് ജനൽ വഴി ഒഴിഞ്ഞു നോക്കി പതുക്കെ കളിച്ചില്ല. പഴയ പരിപാടിയൊന്നും വിട്ടിട്ടില്ല അല്ലേ? ലുക്ക് ലുക്ക് ലുക്ക്. ഇതാണോ നീ പറഞ്ഞ ടെറർ ഏട്ടനും അച്ഛനും? അല്ലാത്ത ടെററായിട്ട് ഞാനും അതാലോചിക്കുന്നത്. അവരിങ്ങനെയൊന്നും അല്ലല്ലോ ഇവരെ പറ്റി പറഞ്ഞത്. ഇതെന്തെങ്കിലും ഫാൻസി ഡ്രസ്സിൽ പോകാൻ നിൽക്കുന്നു. ഇതിനൊക്കെ എന്തായാലും ഉറപ്പായി. എന്താ നീയായിട്ടും മറ്റേ ചേരും മറ്റേ ബെസ്റ്റ് ഫാമിലി. അടുത്ത പാട്ടിന് പപ്പ പാട്. ഞാനാ ചക്കരക്കാവിലെ ചക്കരമാവിലെ എന്റെ വയസ്സിന് അളിയൊരു ഭ്രാന്താണ്. സന്തോഷായി. എന്താടാ നിന്റെ മയച്ചം കളിക്കാൻ സള്ളൊക്കെ നമുക്ക് തിന്നാൻ പറ്റും. ഓള് നമ്മൾ കാണില്ല. സബാഷ്. ഇനി നിങ്ങൾ എന്താ വെച്ചായിക്കോളൂ. ഞാൻ ബൈക്കും പറ്റും. ഏയ് അതിലൊരു ത്രില്ലല്ലോ. നമ്മുടെ അമ്മനെ അതൊന്നും പറ്റില്ല. വീട്ടിൽ വന്നിട്ട് എന്നെ കാണാം. നീ പോയില്ലേ? നീ എവിടെ പോവാന്ന് പറഞ്ഞേ? പോയിക്കൂടെ പറഞ്ഞോ. ഓ വീടെത്തുന്നവരെ നാരായണ നാരായണ, വീട്ടിലെത്തിയപ്പോ കൂരായണം. മനസ്സിലായി മോനെ? എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? എന്താ നിനക്ക് വേണ്ടേ? എന്നെ കാണാൻ തോന്നി വന്നു. കാണാൻ തോന്നുമ്പോഴൊക്കെ വന്നാണെങ്കിൽ ആരും നിങ്ങൾ കെട്ടിയോളോ? യെസ് ഓഫ് കോഴ്സ്. ഓഹോ, എന്നാ കെട്ടിയോൻ തന്നാട്ടെ. എന്നാ പോട്ടെ ഭാര്യ. ക്രിഞ്ച് ക്രിഞ്ച് വന്ന് വണ്ടി കറശാവേ വീട്ടിൽ പോവാ. ഓ ആവശ്യം കഴിഞ്ഞപ്പോ നീ എന്നെ കറിവേപ്പില പോലെ വലിച്ചെറിയാണല്ലേ. വരുന്നുണ്ടാ വന്ന് കയറി. ഇല്ലെങ്കിൽ ഒളിച്ചെന്നിരുന്ന അവളെ ഏട്ടൻ്റെയും അച്ഛൻ്റെയും കൂടെ അന്തരീക്ഷം. അയ്യോ ആളെ വിട് തമ്പി, ഞാനില്ലേ. എന്നാ പോവല്ലേ? ബൈ. ആരാടിയത്?